ആപ്കി അദാലത്തിൽ ജമിയത്ത് ഉലൈമ ഹിന്ദിന്റെ പ്രസിഡന്റ് മൗലാന മെഹമ്മൂദ് മദിനിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ ആദർശങ്ങളെല്ലാം ഔട്ട്ഡേറ്റഡ് ആണ് എന്നുള്ളതാണ്. മൗലാന സർ, ജമിയത്ത് ഉലൈമ ഹിന്ദ് 125 വർഷം പഴയ ഒരു ഓർഗനൈസേഷൻ ആണെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതുകൊണ്ട് അതിന്റെ ആദർശങ്ങളും 100 വർഷം പഴയതാകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇക്കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാർ അവരെന്താണ് കംപ്ലൈന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ പറയുന്നത് ഞങ്ങൾ ദിയോബന്ദിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവർ ന്യൂ ജനറേഷനിൽ നിന്ന് ഞങ്ങളെ ഒതുക്കുകയാണ്, പെൺകുട്ടികളെ റീൽസ് എടുക്കാൻ പോലും അനുവദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങൾ റീൽസ് എടുത്തോട്ടാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? അതെ, അവര് റീൽസ് ഒക്കെ എടുക്കട്ടെ, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് പോസ്റ്റ് ചെയ്യട്ടെ. ഇതിലെന്താന്ന് വെച്ചാൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും അതിലൊരു ടാർഗറ്റ് ഉണ്ടാവും. ഇതുപോലത്തെ മെയിൻ സ്ട്രീം ഇൻസ്റ്റിറ്റ്യൂഷനും ഇതുപോലെ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ അവിടെ മൊബൈൽ യൂസ് ചെയ്യുന്നതിൽ, അതിൻ്റെ യൂണിഫോംസിലൊക്കെ ഇതുപോലത്തെ പല കാര്യങ്ങളിൽ അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത് ചെയ്യുന്നത് ദാറുൽ ദേവഗനും മാത്രമല്ല. നമ്മൾ നല്ലൊരു എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ പഠിക്കുന്നത് മാത്രമല്ലാണ്ട് വേറെ ഒരു ഡിസ്ട്രാക്ഷനും കാണാൻ പാടില്ല. ഇത് നിങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഈ മോഡേൺ ജനറേഷൻ്റെ ചാലഞ്ചിങ് കാര്യത്തിൽ മൊബൈലിൻ്റെ മിസ്യൂസേജും ഉണ്ട് അധികമായിട്ട്. ആവശ്യത്തിന് അധികവും യൂസ് ചെയ്യുന്നുണ്ടെന്നും പറയാം വേണമെങ്കിൽ നമുക്ക്. ഈ പ്രോബ്ലം ഇന്ത്യയിൽ മാത്രമല്ല, ഇതൊരു ഗ്ലോബൽ ഫിനോമിന പോലെ ആയി ശരിക്കും ഇപ്പോൾ. ഇതുകൊണ്ടിപ്പോൾ ഒരുപാട് അസുഖങ്ങൾ സ്പ്രെഡായി വരുന്നുണ്ട്. അതിന് പുതിയ പുതിയ പേരും തരുന്നുണ്ട് അവരൊക്കെ. ഇങ്ങനെയുള്ളപ്പോൾ പഠിക്കുന്ന പിള്ളേർ, ഗ്രാജുവേഷന് പഠിക്കുന്ന പിള്ളേർ, ഇല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന പിള്ളേരും അവരെ ഇതുമൂലം ഡിസ്ട്രാക്ഷനിൽ നിന്നൊക്കെയാണ് സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തോ ഒരു എഫക്റ്റ് വരുമെന്ന് ഞാൻ നിങ്ങൾക്കൊരു ലിസ്റ്റ് തരാം. ഓക്കെ, താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. മൊബൈൽ കൊണ്ട് ചെറുപ്പക്കാർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ സ്ത്രീകൾ ബൈക്ക് ഓടിക്കുന്നതിനും കാർ ഓടിക്കുന്നതിനും താങ്കൾ എന്തിനാണ് റെസ്ട്രിക്ഷൻസ് ചെയ്യുന്നത്? ആരാ അതിനെ റെസ്ട്രിക്ട് ചെയ്തേ? എല്ലാവരും ഓടിച്ചോണ്ടല്ലേ ഇരിക്കില്ല. ഇല്ല, ഇതാ നോക്കൂ സർ, ഇത് ദാരുൽ ഉലൂമിന്റെ വെബ്സൈറ്റ് ആണ്. അതിലൊരു പെൺകുട്ടി ഉസ്താദിന്റെ അടുത്ത് ചോദ്യം ചോദിക്കുകയാണ്. അതായത്, ഞാൻ കാർ ഓടിക്കാമോ ബൈക്ക് ഓടിക്കാമോ എന്നാ പെൺകുട്ടി ചോദിക്കുമ്പോൾ അതിന് ഇസ്ലാമിൽ പെർമിഷൻ ഇല്ലെന്നാണ് പറയുന്നത്. ഈ കാര്യം ആരാണോ എഴുതിയ അവരല്ലേ പറയേണ്ടതിന് ഉത്തരവൊക്കെ. എപ്പോഴാണ് എഴുതിയെന്നും എന്ത് കോണ്ടെക്സ്റ്റിലാണ് എഴുതിയത്? ഇത് ദാരുൽ ഉലൂമിന്റെ വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിൽ നിന്നും എടുത്ത പ്രിന്റ് ഔട്ടാണ്. സത്യം പറയണമെങ്കിൽ ഇതെന്റെ ഡിപ്പാർട്ട്മെന്റ് ഒന്നും അല്ല. അതുകൊണ്ട് എന്ത് കോണ്ടെക്സ്റ്റിലാണ് അവർ ചോദിച്ചിരിക്കുന്നത്, എന്തൊക്കെ ചോദ്യമാ ചോദിക്കുന്നതെന്നും, ചോദ്യം ചോദിക്കുന്നവര് എന്ത് ചിന്തയിലാ ചോദിച്ചിരിക്കുന്നത്, എന്തൊക്കെയാ ചോദിക്കാൻ പോകുന്നതെന്നുള്ള രീതിക്കാണ് ഉത്തരം വരുന്നതൊക്കെ. അതാണ് കാര്യം. ഇതിൽ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടല്ലേ ചോദിച്ചത്? അത് സിമ്പിളാണോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? കാരണം നിങ്ങളുടെ ചോദ്യം അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുന്നത്. പറയൂ. ഇല്ല, ഇതില് അവരെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, ഈസ് റൈഡിംഗ് ബൈക്ക് ഓർ കാർ അള്ളാ ഫുൾ ഫോർ ഫീമെയിൽ അക്കോർഡിംഗ് ടു ശരിയത്ത്. ഈ കാര്യത്തിൽ ഞാൻ എന്ത് പറയാനാണ്? അത് മാത്രമല്ലാണ്ട് ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ചോദ്യം കറക്റ്റായിട്ട് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും കറക്റ്റായിട്ട് കിട്ടിയേനെന്നൊക്കെ ആയിരുന്നു. ഇതിവിടെ എന്ത് വ്യക്തതയോടെ ചോദിക്കണമെന്ന് താങ്കൾ തന്നെ പറയും. ഓരോ കാര്യത്തിനും ബൗണ്ടറീസ് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ഒരുപക്ഷെ ആ ബൗണ്ടറീസിന്റെ അകത്തുനിന്ന് അതവർ ചെയ്തെന്ന് വെച്ചാൽ അതിനുള്ള അർത്ഥം ഉണ്ടാവുമല്ലോ. അതുപോലെ അവർ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഐബ്രോസ് ചെയ്യുന്നുണ്ട്, ഇത് ശരിയാണോ? ഇതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഇത് ഹറാമാണെന്നാണ്. എനിക്കറിയാമല്ലോ നിങ്ങൾ ഈ പഴയ കാര്യങ്ങളൊക്കെ എവിടുന്ന് എടുത്തുകൊണ്ട് വരുന്നത്. അല്ലല്ല, ഞാനിത് ഇപ്പോഴാണ് വെബ്സൈറ്റിൽ നിന്ന് എടുത്തത്. താങ്കളുടെ ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദിച്ചല്ലേ പറ്റുള്ളൂ. കാരണം ഇവിടെ കുറെ ഇഷ്യൂസ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുമല്ലേ. ഈ ജനറേഷനിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. മേക്കപ്പിന്റെ കാര്യങ്ങളായിക്കോട്ടെ. അതുപോലെ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതായത് ഈ ഫേഷ്യൽ ചെയ്യുന്നത്, അതുപോലെ ടാറ്റു അടിക്കുന്നത്, ഇതൊക്കെ ഇസ്ലാമിൽ ഹറാമാണോ എന്നാണ് ചോദിക്കുന്നത്. ടാറ്റുവിനെ കുറിച്ച് എനിക്കറിയാം. ആ കാര്യമൊക്കെ ശരിക്കും റെസ്ട്രിക്ട് ചെയ്ത കാര്യങ്ങളാണ്. ആ കാലത്തും ടാറ്റൂസ് ഇട്ടുകൊണ്ടിരുന്നതാ. സോ അതൊക്കെ ക്ലിയർ ആണ്, അതിലൊരു ഡൗട്ടും എനിക്കില്ല. പക്ഷേ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്നെ കൊണ്ട് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ അറിയാം. ഒരു മൗലാന എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കല്യാണത്തിൽ DJ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കല്യാണം നടത്തി തരില്ലെന്ന് അദ്ദേഹം പറയുന്നു. കറക്റ്റ്. ഞങ്ങൾ ഈ തീരുമാനം എടുത്തോണ്ടിരിപ്പുണ്ട്. ഞങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഏത് കല്യാണത്തിലാണോ DJ ഉള്ളത്, ഏതൊക്കെ കല്യാണത്തിലാണോ ആവശ്യമില്ലാണ്ട് ചെലവ് ചെയ്യുന്നത്, ഏതൊക്കെ കല്യാണത്തിലാണോ ആഡംബരമായിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചെലവ് ചെയ്യുന്നത്, ഏത് കല്യാണത്തിലാണോ എൻവിറോൺമെന്റ് ഒക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്,
ഏത് കല്യാണത്തിലാണോ കഷ്ടപ്പെടുന്നത് കണ്ട് ചിരിക്കുന്ന അളവിനുണ്ടോ ആ കല്യാണം ഞങ്ങൾ നടക്കാൻ അനുവദിക്കത്തില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അളവിന് അത് നടക്കാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ ഗവൺമെന്റിന്റെ അടുത്തും പറയുന്നുണ്ട് ഇതിനൊരു റൂള് വരണമെന്ന്. കല്യാണങ്ങളൊക്കെ ആഘോഷപ്പെടുന്ന രീതിയിലാണല്ലോ നടക്കുന്നത്. ബിഗ് ഫെയറിലൊക്കെ കല്യാണം നടക്കുന്നത്. കഷ്ടപ്പെടുന്നവർ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പാവപ്പെട്ടവർക്ക് കുടിക്കാൻ വെള്ളം പോലും കിട്ടുന്നില്ല അവിടെ. ഞങ്ങൾ കല്യാണങ്ങളൊക്കെ അവിടെ ഞങ്ങൾ ഉരുതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ തുസ്കോ ഇസ്ലാം കെ ഷാദ്. ഇത്രേ ആഡംബരമായിട്ട് കല്യാണമൊക്കെ നടത്തുന്നു. കഷ്ടപ്പെടുന്നവരെ കുറിച്ച് ഒരു സിൻസിയാരിറ്റി ഇല്ല നിങ്ങളുടെ അടുത്തൊക്കെ. ഇങ്ങനത്തെ നാടുകളെ ഉണ്ടാക്കാൻ നോക്കുമ്പോ പിന്നെ എങ്ങനെ ഈ ലോകം മാറും? ചുറ്റിയുള്ളവരെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെ ചെയ്യണം, കല്യാണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ നിങ്ങളൊക്കെ ഇത് പറയാനായിട്ട് നിങ്ങൾ ആരാണ്? ഇത് സൊസൈറ്റിക്കായിട്ടുള്ള കാര്യമാണ്. സൊസൈറ്റി എല്ലാവരും കൂടെ ചേർന്നാണ് ഒരു കല്യാണം കഴിപ്പിക്കണ്ടേ. നമ്മളോ നിങ്ങളും കൂടെ ചേർന്നാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. സൊസൈറ്റി തെറ്റായ രീതിയിൽ പോവാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. കഷ്ടപ്പെടുന്നവർക്ക് പൈസ ഇല്ലെന്നുള്ളൊരു ചിന്ത വരാൻ പാടില്ല അവിടെ. ഈ നാടിനെ, ഈ ദേശത്തെ, ഈ സൊസൈറ്റിയെ തെറ്റായ രീതിയിൽ പോകാണ്ട് നമ്മളാണ് നോക്കേണ്ടത്. എല്ലാരും ഒരുമിച്ച് ഇതിനെക്കുറിച്ച് ആലോചിക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ താങ്കൾ യൂണിഫോം സിവിൽ കോഡ് വരുന്നതിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നാണോ? ഇതിലെന്താ നിങ്ങൾക്ക് ഇത്ര ആഗ്രഹം? കാരണം അതിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ വിവാഹം എല്ലാം ഒരേ രീതിയിൽ നടത്തണമെന്നാണ്. ഒരൊറ്റ വഴിയിൽ എന്താ പ്രശ്നം? ഇതാണ് ഇത്രയും വലിയ പ്രശ്നം ഇവിടെ ഉള്ളത്. ഒരുപക്ഷെ ഇങ്ങനെ എല്ലാവരെയും പോലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നാൽ അതിനുള്ള വൈറ്റ് പേപ്പർ വരണം, അതിനുള്ള ഡിസ്കഷൻ നടക്കണം. നല്ല കാര്യങ്ങൾ വരുന്നത് നല്ല കാര്യമല്ലേ സാർ? പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങൾക്കൊന്നും ഇവിടുത്തെ ഒരു യൂണിഫോമിറ്റി ഇല്ലല്ലോ. എല്ലാം ഒരുമിച്ചിരിക്കണമെന്നാണ് അവർ പറയുന്നത്. എല്ലാം ഒരുമിച്ചിരിക്കണമെങ്കിൽ ആരാണ് ഡിനൈ ചെയ്യാൻ പോകുന്നതെന്നൊന്ന് പറയേ. പക്ഷേ അവരൊന്നും ചെയ്തില്ലെന്നാണല്ലോ അവർ പറയുന്നത്. അവര് എന്ത് ഫോർമാറ്റിലാണ് ഈ റൂൾ കൊണ്ടുവരുന്നത്? ഏത് ഫോർമാറ്റ് പക്ഷെ അതിൽ ആരൊക്കെ കല്യാണം കഴിക്കുന്നുവോ അവരുടെ പേര് മെൻഷൻ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇരിക്കട്ടെ, ഇന്ത്യയിൽ ഇപ്പൊ എന്ത് പ്രശ്നമാണ് ഇതുകൊണ്ടുള്ളതെന്ന്. ഇന്ത്യയിൽ മാത്രമല്ല, ഈ ലോകത്ത് തന്നെ ഇതൊരു പ്രശ്നമാണ്. ഇതൊരു കോമൺ ഫിനോമിന ആയിപ്പോയി. അതായത് നിങ്ങളെ കൊണ്ടൊരു 50,000 ചെലവ് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ നിങ്ങൾ പുറത്ത് കാണിക്കണമെന്നുള്ള കാരണം കൊണ്ട് 20 ലക്ഷം ചെലവാക്കുന്നത്. ഇതിനു വേണ്ടി ഒരുപാട് പൈസ എടുത്തു വെക്കാൻ ആരംഭിക്കുവാണ്. ആ പൈസ നിങ്ങൾ നിങ്ങളുടെ പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടി എടുത്തു വെക്ക്. പിള്ളേരെ പഠിപ്പിക്ക്. ആ ഒരു ദിവസത്തിന് വേണ്ടി. എല്ലാരും പറയത്തില്ലേ 4 ദിവസത്തെ ആഘോഷം ഇവിടെ നടക്കുന്നത്. ഇന്ന് നടക്കുന്ന വിവാഹങ്ങൾ, അതായത് ഇന്നത്തെ ജനറേഷനിൽ നടക്കുന്ന വിവാഹങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ക്യാമറയുടെ മുന്നിൽ നടക്കുന്ന ഒന്നാണ്. മാലയിടുന്നത് പോലും 2-3 പ്രാവശ്യം റീടേക്ക് എടുക്കുന്നു. അതെ, പറയും. അതുമാത്രമല്ല അവരുടെ ആഡംബരം എല്ലാം ഇതിൽ കാണിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാത്തിനും കാണിക്കണം എന്നുള്ള ആഗ്രഹം അധികമായി. ഉദാഹരണത്തിന് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു കല്യാണം സംഭവിക്കാന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു 10 ലക്ഷം രൂപ ചെലവ് ചെയ്യാന്ന് വെച്ചോളൂ. എന്റെ അടുത്ത വീട്ടിൽ ഒരാളുണ്ടാവും. അവര് ഇതിന് ഈടായിട്ട് വരണമെന്നും പറഞ്ഞ് 10 ലക്ഷം രൂപ ചെലവാക്കുന്നുണ്ട്. അതുകൊണ്ട് എത്ര ദിവസം അദ്ദേഹം കഷ്ടപ്പെടേണ്ടവരൊന്നും ആലോചിക്കുക. ഇതൊക്കെ ഈ സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു ശത്രുവാണ് സർ. ഇതൊക്കെ ഈ സമൂഹത്തിലുള്ള ആൾക്കാർ, നിങ്ങളെപ്പോലെ ആൾക്കാർക്ക് ഒരു വലിയ ശത്രുവാകും. താങ്കൾ പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. ധാരാളിത്തത്തിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇസ്ലാമിൽ സ്ത്രീകൾ ഐബ്രോ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കാർ ഓടിക്കുന്നതിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വിവാഹത്തിലും മ്യൂസിക്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നു. ഇതിൽ താങ്കൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത്? മ്യൂസിക്കിൽ ഒരു നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ആദ്യം തൊട്ടേ മ്യൂസിക്കിൽ ഒരു നല്ല ഒപ്പീനിയനും കൂടെ ഉണ്ട്. അതാണ്. സോ ആ ഒപ്പീനിയനും ഞങ്ങൾ എന്തുകൊണ്ടാ വരേണ്ടത്? എന്തുകൊണ്ടാ പോകേണ്ടത്? അത് പറഞ്ഞല്ലേ സർ പറ്റുള്ളൂ. മോഡേണൈസ് ആവുകയാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. എൻ്റെ സ്റ്റാൻഡേർഡ് ചിലപ്പോൾ വേറെ പോലും ആയിരിക്കുമല്ലോ സർ. എന്നെ സംബന്ധിച്ച് മോഡേണൈസ് ആവാൻ നമ്മളൊരു അർത്ഥം, നിങ്ങളെക്കുറിച്ച്, പിന്നെ നിങ്ങളുടെ കഷ്ടങ്ങളെക്കുറിച്ച്, പിന്നെ ചുറ്റിനുള്ള ആൾക്കാരെക്കുറിച്ചും, പിന്നെ സറൗണ്ടിങ്സ്, നമ്മുടെ നാട്ടിനെക്കുറിച്ചും സെൻസിറ്റിവിറ്റിയെക്കുറിച്ചും നമ്മൾ അധികമായിട്ടും അവെയർ ആവണമെന്നാ പറയുന്നത്. നമ്മൾ മോഡേണൈസ് ആവുകയാണെങ്കിൽ നമ്മൾ വെള്ളം സേവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അവയർനെസ് വേണമല്ലോ. വെള്ളം അഴുക്കാക്കാണ്ട് അത് നല്ലപോലെ സുരക്ഷിക്കാനുള്ള അവയർനെസ് വേണം. നമ്മൾ പ്ലാന്റേഷൻ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ള അവയർനെസ് വേണം. കുഞ്ഞു പറവകളെ കുറിച്ചുള്ള അറിവ് വേണം. ബട്ടർഫ്ലൈനെ കുറിച്ചുള്ള അവയർനെസ് വേണം. എന്നെ സംബന്ധിച്ച് ഇതൊക്കെയാണ് മോഡേണൈസേഷൻ. നമ്മുടെ രാജ്യത്തുള്ള സ്ത്രീകളെ കുറിച്ച്, നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങള്, ഈ നാട്ടിലെ ഓരോ മോളുകളും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ഒക്കെ കിട്ടണം. നാട്ടിലെ പെൺകുട്ടികൾക്കും ഇവിടുത്തെ പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് കിട്ടണം. ഈക്വൽ ആയിട്ടുള്ള ചാൻസ് കിട്ടണം. അവർക്ക് നല്ല റെസ്പെക്റ്റ് കൊടുക്കണം.
ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം അവർക്കൊക്കെ. അതെ, താങ്കൾ സാർ, അവരെ മാർക്കറ്റിൽ സാധനമാക്കരുത്. ഫത്വ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് ഇവർ കാർ ഓടിക്കാൻ പാടില്ല, ബൈക്ക് ഓടിക്കാൻ പാടില്ല, ഐബ്രോ ചെയ്യാൻ പാടില്ല, എന്തിന് മേക്കപ്പ് പോലും ചെയ്യാൻ പാടില്ലെന്ന്. എല്ലാ റെസ്ട്രിക്ഷൻസും സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ, പുരുഷന്മാർക്കില്ലേ? ആണുങ്ങൾക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പിള്ളേർക്കും ഉണ്ട്. ആൺകുട്ടികൾക്ക് എന്ത് റെസ്ട്രിക്ഷൻ? ആണുങ്ങൾക്കും ഇതുപോലത്തെ പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ശരിക്കും പറയണെങ്കിൽ അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയൂ. ഒരുപക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ മൊബൈൽ ഉപയോഗിക്കാൻ വിടത്തേ ഇല്ല. അത് രണ്ടുപേർക്കും അല്ലേ? എല്ലാവർക്കും ആണത്. ആൺപിള്ളേർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതുപോലെ ഒരുപാടെണ്ണം ഉണ്ട്. എന്താന്നാ ഞാൻ പറയേണ്ടത് ഇനി? ഇങ്ങനെയുള്ളപ്പോ ഫത്വ നിങ്ങൾ കൈ വെച്ചോണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോ പക്ഷെ എനിക്ക് ദാരുലും വെബ്സൈറ്റിൽ നിന്നും ഈ ഫത്വ ആണ് ലഭിച്ചത്. എല്ലാ ഫത്വാസും പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. ഇല്ല, നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് തേടിയാണ് എടുത്തിരിക്കുന്നത്. ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സ്വർഗത്തിലേക്ക് ചെന്നാൽ ഭംഗിയുള്ള കന്യകളെ കിട്ടുമെന്ന് പറയും. അത് നേരാണോ ഇല്ല വെറുതെ പറയുന്നതാണോ? ഒരു കാര്യം നിങ്ങൾ നോക്കണമെങ്കിൽ, ഒരു സൊസൈറ്റിയിൽ നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ അതിൽ രണ്ട് കാര്യങ്ങളുണ്ടാവും. ഒന്ന് പനിഷ്മെന്റും മറ്റൊന്ന് റിവാർഡുമാണ്. സോ തീർച്ചയായിട്ടും റിവാർഡ് എന്ന് പറയുന്നത് ഉണ്ടാവുമല്ലോ. അതിനി ഓവർ എംഫസൈസ് ആണ് അവർ ചെയ്യുന്നത്. മാത്രമല്ലാണ്ട് അതിലുള്ളത് ഉള്ള കാര്യം ഡബിൾ ആക്കിയാണല്ലോ സംസാരിക്കുന്നതൊക്കെ. പിന്നെ സാറും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ തേടി എടുത്തു വെച്ച് ചോദിക്കുന്നത്. നമ്മുടെ രജത് സാർ അതും ഇതുപോലൊക്കെ തന്നെയാണ്. നല്ലപോലെ എക്സോജറേറ്റ് ചെയ്ത് അതിൻ്റെ പ്രൊപഗൻഡയൊക്കെയാണ് അവരിങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. അതൊഴിച്ച് ശിക്ഷകൾ ഒരുപാടൊക്കെ ഉണ്ട്. പിന്നെ ഓരോ മതത്തിലും, ഇസ്ലാമിനെ കുറിച്ചല്ല, ഓരോ മതത്തിലും ശിക്ഷകളും ഉണ്ട്, റിവാർഡുകളും ഉണ്ട്. ഒരു പാകിസ്ഥാൻ ജേർണലിസ്റ്റ് ഒരു മതഗുരുവിന്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്റെ ഭർത്താവ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ ലഭിക്കും, പക്ഷെ എനിക്ക് എന്ത് ലഭിക്കുമെന്ന്. ഇതിലൊരു പ്രോബ്ലം ഉണ്ട്. ഒരു വലിയ പ്രശ്നമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളുടെ അടുത്തും കൂടെ ഒരു കാര്യം ചോദിക്കണം. നിങ്ങൾ പാകിസ്ഥാന്റെ പേരേ എടുക്കണ്ട. പക്ഷെ നിങ്ങൾ ശരിക്കും പറയണമെങ്കിൽ ഇവരുടെ ചോദ്യം റിലേറ്റ് ചെയ്താണ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആണുങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നത് പോലെ നല്ല കാര്യങ്ങളും തീർച്ചയായിട്ടും കിട്ടും. തെറ്റ് ചെയ്യുന്നത് കൊണ്ട് ആണുങ്ങൾക്ക് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട് അക്കാര്യം. റിവാർഡും ഉണ്ട്, പനിഷ്മെന്റും ഉണ്ട്. പെണ്ണുങ്ങൾക്കൊരു രീതിയിലും ആണുങ്ങൾക്കൊരു രീതിയിലും എന്നുള്ള കാര്യങ്ങളൊന്നും. ആ മതഗുരു എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, താങ്കൾക്ക് താങ്കളുടെ ഹസ്ബൻഡ് തന്നെ തീർച്ചയായിട്ടും ലഭിക്കും. അതിന് അവരെന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, അയാളെ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് അക്സെപ്റ്റ് പോലും ചെയ്യാണ്ടിരുന്നിരിക്കുമല്ലോ. ഒരുപക്ഷെ ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഹസ്ബൻഡിനെ ചൂസ് ചെയ്യാണ്ട് പോകാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ ചാൻസസും ഉണ്ടെന്നേ. വെൽ എഡ്യൂക്കേറ്റഡ് മുസ്ലിം ഫാമിലിയിൽ തന്നെ നല്ല പഠിച്ച കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ എത്ര കുട്ടികൾ വേണമെന്ന് ആരാണ് ഇവിടെ തീരുമാനിക്കുന്നത്? ദൈവമോ അല്ല ഫാമിലിയോ? എന്താണ് അദ്ദേഹം ചോദിച്ചത്? അദ്ദേഹത്തിന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നോക്കിയാൽ മുസ്ലിം ഫാമിലിയിൽ ധാരാളം കുട്ടികളുണ്ട്. അങ്ങനെ എത്ര കുട്ടികൾ വേണമെന്ന് തീരുമാനിക്കുന്നത് പേരൻസ് ആണോ അതോ ദൈവമാണോ എന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം തന്നെ തെറ്റാണ്. എന്താന്ന് വെച്ചാൽ, മുസ്ലിം കൺട്രിയിൽ ഒരുപാട് കൊച്ചുങ്ങളുണ്ടെന്നാണ് നിങ്ങൾ ചോദിച്ചു വരുന്നത്. നിങ്ങൾ സംസാരിക്കുന്ന കാര്യം ഡേറ്റയ്ക്കെതിരെയാ. ഇന്നത്തെ കാലത്തെ ഡേറ്റ എടുത്തു നോക്കണം. ഡേറ്റ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, പഠിക്കാത്ത കുടുംബങ്ങൾ, അതുപോലെ കഷ്ടപ്പെടുന്ന വീട്ടിൽ ഒരുപാട് പിള്ളേരിങ്ങനെ ഇരിപ്പുണ്ടെന്ന്. അതിൽ ഹിന്ദുസും ഉണ്ട്, മുസ്ലിംസും ഉണ്ട്. അവർക്ക് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻസ് ഒക്കെ കിട്ടുവാണെങ്കിൽ പിന്നെ അവർക്ക് കറക്റ്റായ എണ്ണത്തിലുള്ള പിള്ളേരെയും കിട്ടും, അവർക്ക് നല്ല കറക്റ്റായ എഡ്യൂക്കേഷനും കിട്ടിയിരിക്കും. നമ്മുടെ നാട് നല്ല രീതിയിൽ വളർന്നു വന്നേനെ. 4 കല്യാണം കഴിക്കുന്നവർക്ക് ധാരാളം കുട്ടികൾ ഉണ്ടായിരിക്കുമോ അതോ ഒരു കല്യാണം കഴിക്കുന്ന ആൾക്ക്? 4 കല്യാണം ചെയ്യുന്നവർക്ക്. ഇതിനായിട്ടുള്ള ഡേറ്റയും ഉണ്ട്. ഇതിനുള്ള ഡേറ്റ ഉണ്ട് സാർ. അതായത് ഇന്ന് എന്തോരമാണ് ലോകമൊക്കെ ഡെവലപ്പായിരിക്കുന്നത്. എല്ലാം നമുക്ക് റിസർച്ച് ബേസ്ഡ് ആയിട്ടാണ് ഉള്ളത്. എല്ലാം റിസർച്ച് ആയിട്ടുണ്ടാവണം. കാരണം ഇവർ പറഞ്ഞു അവർ പറഞ്ഞു എന്നൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് സെൻസസ് ഇങ്ങനെ എടുത്തു നോക്കൂ. കല്യാണമൊക്കെ ആരാണിങ്ങനെ ഒരുപാട് കഴിക്കുന്നത്, ആരാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലുള്ളത് നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതായത് ഏത് കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ഇങ്ങനെ കൂടുതലൊന്ന്. ഇത് മുസ്ലിംസിൻ്റെയോ ഹിന്ദുസിൻ്റെയോ പ്രശ്നമൊന്നും അല്ല.
പോപ്പുലേഷന്റെ പ്രശ്നം തന്നെ നമ്മുടെ നാട്ടിലുള്ള ഹിന്ദു മുസ്ലിംസിന്റെ പ്രശ്നമൊന്നുമല്ല. വേറെ മതങ്ങളിലൊന്നും 1-2 കല്യാണം എക്സ്ട്രാ ചെയ്യുന്നില്ലേ? എന്താ അല്ല, കറക്റ്റ് അല്ലേ? മറ്റേതൊരു മതത്തിലും ഒരു വിവാഹം അല്ലാതെ മറ്റൊരു വിവാഹം കഴിക്കാൻ അനുവാദമില്ല. അതെ, ഇല്ല തന്നെ. ഇന്ത്യയിൽ ആരാ ഉള്ളത്? നിങ്ങൾ തന്നെ ഒന്ന് നോക്ക്. നിങ്ങൾ തന്നെ നോക്ക്. താങ്കൾ പറഞ്ഞു വരുന്നത് അനുവാദം ഇല്ലെങ്കിൽ ഇതെല്ലാവരും ചെയ്യുന്നു എന്നല്ലേ? അത് തന്നെയല്ലേ നടക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ജനങ്ങൾ ഇത് അംഗീകരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. ഞാൻ സത്യം പറയണമെങ്കിൽ ഇങ്ങനെ ഒരു എൻവിറോൺമെന്റ് ക്രിയേറ്റ് ആയെന്നാ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു കാര്യം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തത് തന്നെ വലിയ കാര്യമാണ്. അത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്, ഏറ്റവും വലിയ കാര്യമാണത്. മറ്റൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇപ്പോൾ ധാരാളം സംസാരിക്കുന്നുണ്ട്. അതും 100 വർഷം പഴയ ഒരു നിയമമാണ്. അതായത് വഖഫ് ബോർഡിന്റെ നിയമം. വഖഫ് ബോർഡിന്റെ നിയമങ്ങളെല്ലാം വളരെ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് പറഞ്ഞ് പലരും ഇത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങളിത് 100 വർഷം പഴയ കാര്യമെന്ന് പറയുന്നത് തന്നെ ശരിക്കും വല്ലാത്ത തെറ്റാ. ഈ റൂൾസൊക്കെ റീസെൻ്റ് ആയിട്ടാണ് വന്നത്. ഒരു 95 അപ്പോഴാണ് ഇത് കൊണ്ടുവന്നത്. വളരെ റീസെൻ്റ് ആയിട്ടാണ്. അതായത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഔക്കാഫ് എന്ന് വെച്ചാൽ എന്താണ്? ഇതറിയേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം ഇത് ഇന്ത്യയിലാണ് അറിയേണ്ടതും. എല്ലാവർക്കും ഒരു ശീലമുണ്ട്, അതായത് ഓരോ മതത്തിലും അവരൊക്കെ പാവപ്പെട്ടവർക്ക് ദാനധർമ്മം ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ പല കാര്യങ്ങളാണ് ദാനധർമ്മം ചെയ്തേക്കുന്നത്. ദാനം ചെയ്ത സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം ആവശ്യമുണ്ടെന്ന് തോന്നിയിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ. അപ്പോഴാണ് അവരൊരു ആക്ട് ഒക്കെ കൊണ്ടുവന്നത്. പിന്നെ അത് 53, 54 അമെൻമെൻ്റ് ആയിരുന്നു. കോമൺ ആയിട്ടുള്ള അമെൻമെൻ്റ് ഒക്കെ ക്രിയേറ്റ് ആക്കി. പിന്നെ അതിനുശേഷവും 95 അത് വന്നു. 2013 അത് നടന്നിരുന്നു. പിന്നെ ആവശ്യമുള്ളപ്പോഴൊക്കെ ഇത് പിന്നെ മോഡിഫൈ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അവര്. ഇപ്പോൾ ഒരു പുതിയ അമെൻമെൻറ്റിൻ്റെ സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നേ ഉള്ളൂ. അതിനായിട്ടുള്ള ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ അവർ വന്നതിപ്പോൾ, അത് നോക്കുന്നതിന് പകരം അവരിപ്പോൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. വഖഫ് ബോർഡിന്റെ കൈവശം രാജ്യം മുഴുവനും 9 ലക്ഷം ഏക്കർ വസ്തുവുണ്ട്. അവർ 3-ാം സ്ഥാനത്താണ്. അതായത് റെയിൽവേ, ഡിഫൻസ്, അതിനുശേഷം കൂടുതൽ വസ്തു കൈവശം വെച്ചിരിക്കുന്നത് അതായത് 2 സ്റ്റേറ്റാണ് മെയിൻ. തമിഴ്നാടു, തെലങ്കാന, പിന്നെ ആന്ധ്ര. 2 സ്റ്റേറ്റിലും ഇതിനേക്കാൾ ഏകദേശം 1 ലക്ഷം അധികമായ നിലം 2-3 ഹിന്ദു ഇൻഡോമെന്റ്സിന്റെ അടുത്തൊക്കെ ഉണ്ട്. ഇന്ത്യനെക്കുറിച്ച് ഞാൻ ഇനി മുഴുവൻ സംസാരിച്ചിട്ടില്ല. ഇത് ഇന്ത്യ മുഴുവനും ഉണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞ പോലെ 7,40,000, 7,60,000 ഏക്കറൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പോൾ. പിന്നെ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ചിലർ ഇതൊക്കെ അങ്ങോട്ട് ആക്രമിച്ചെടുത്ത്, ഒരുപാട് പേര് ആക്രമിച്ചു. ഇതിൽ ഒരുപാട് ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്, പിന്നെ മുസ്ലിംസും ഉണ്ട്. ഇതൊക്കെ മാറ്റി ഇംപ്രൂവ് ചെയ്യാൻ എന്താണ് ചെയ്തിരിക്കേണ്ടത്? ആക്രമിച്ചവരൊക്കെ തടഞ്ഞു നിർത്തിയിരിക്കണം. ഇത് ഇംപ്രൂവ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇനി മോശമാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അനുവാദമില്ലാതെ കുടിയേറിയത് ഒഴിപ്പിക്കണമെന്ന് താങ്കൾ പറയുന്നു. പക്ഷെ താങ്കളുടെ ചിറ്റപ്പനായ അർഷദ് മദിനി സർ, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ എയർപോർട്ട് കിട്ടിയത് പോലും വഖഫ് ബോർഡിന്റെ സ്ഥലത്താണ് എന്നാണ്. അദ്ദേഹം പറഞ്ഞെങ്കിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിരിക്കുമല്ലോ. ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ഒന്നും ചെയ്തില്ല. നമ്മൾ മറ്റുള്ളവർ പറയുന്നൊന്നും സംസാരിക്കാൻ പാടില്ല. ഞാൻ ആ പ്രോജക്റ്റിനെ കുറിച്ച് പറയാം. ഇതൊരു പ്രോജക്റ്റ്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത്, ഇന്ന് നിങ്ങൾ ഈ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അവസ്ഥയൊക്കെ നോക്കുന്ന സമയത്ത് എന്താണെന്നറിയില്ല, ഞാൻ ഒരുപക്ഷെ തെറ്റ് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കറക്റ്റ് ചെയ്താൽ മതി. അത് കാണുന്ന സമയത്ത് എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, അതായത് വഖഫ് വന്നിട്ട് വഖഫ് ഫോർട്ട്, അത് ഇന്ത്യയുടേതല്ല, ഏതോ അടുത്ത നാട്ടിൻ്റെ പോലെ അവർ നോക്കുന്നത് അതിനെ. ആദ്യം വഖഫ് ഫോർഡ് എങ്ങനെ ക്രിയേറ്റ് ആവുന്നത് നിങ്ങൾക്കറിയാവോ? എനിക്കറിഞ്ഞത് വരെ വഖഫ് ഫോർഡ് ഇന്ത്യയിലെ മുസ്ലിംസ് ആണ് ആദ്യമായിട്ട് അത് ക്രിയേറ്റ് ചെയ്തത് പോലും. റൂൾസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, വഖഫ് ഫോർഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. സെൻട്രൽ മിനിസ്റ്റർ അത് ഉണ്ടാക്കണമെങ്കിൽ സെൻട്രൽ മിനിസ്റ്ററാണ് അത് ഉണ്ടാക്കിയെടുക്കേണ്ടതൊക്കെ. ആദ്യം ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ വേണമെങ്കിൽ SGPC പോലെ ചെയ്താൽ പോരായിരുന്നോ? ശ്രീമണി ഗുരുദ്വാര അരവിന്ദർ കമ്മ്യൂണിറ്റി പോലെ ചെയ്താൽ പോരെ? ഇതും അതുപോലെ സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. അവരവർക്ക് ഇഷ്ടപ്പെട്ടവരെ അവരവർ പിടിച്ചിരുത്തുന്നേ ഉള്ളൂ. സെലക്ഷൻ ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ പാർട്സിൽ അവിടെയൊക്കെ ഇങ്ങനെ ഒരു ഇലക്ഷനും നടത്തുന്നുണ്ട്. അവരുടെ കൂടെ നിന്നും ഒരാൾ വരുന്നുണ്ട്, ഓരോ ഏരിയയിൽ നിന്നും വരുന്നുണ്ട്. ഇതൊരു വലിയ ഡിബേറ്റുമാണ്. ഇത് ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് ഇനി ഓരോ ദിവസവും മോശമാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഉലൈമ എന്ത് ഇംപ്രഷനാണ് നൽകുന്നതെന്ന് വെച്ചാൽ, ഈ എല്ലാ വസ്തുക്കളിലും യഥാർത്ഥത്തിൽ
മറ്റൊരാളുടെ കൈവശപ്പെടുത്തലുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്രമണമൊക്കെ എങ്ങനെ അവസാനിപ്പിക്കേണ്ടത്? എന്നാ പിന്നെ ആ പ്രോസസ് അങ്ങോട്ട് സ്ട്രോങ് ആക്കണം. അപ്പൊ അത് കുറച്ചുകൂടെ ഈസി ആവൂലേ? ആക്രമിക്കുന്നവനെ ആക്രമിക്കാന്ന് പറഞ്ഞ് വിടാൻ പറ്റും. പറ്റി 2005 ഞാനൊന്ന് വായിച്ചിരുന്നു. താജ്മഹലും വഖഫ് ബോർഡിന്റെ വസ്തുവാണെന്നാണ് പറയുന്നത്. പറയുന്നവരൊക്കെ പിന്നെ പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കത്തുള്ളൂ. സാർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ താജ്മഹല് ഒരുപക്ഷെ വഖഫുടെ സ്ഥലമാണെങ്കിൽ വഖഫുടെ സ്ഥലമൊക്കെ ASIയുടെ കൺട്രോളിലാണ് ഉള്ളതൊക്കെ. രണ്ടുപേരുടെ അടുത്തുള്ള നല്ല പ്രോപ്പർട്ടീസ് എല്ലാ കയ്യിലാണ് ഉള്ളത്. ഒരുപക്ഷെ അത് നമുക്ക് വഖഫുടെ സ്ഥലമാണെന്ന് വെച്ചേക്കാം. അതെവിടെ പോകാൻ പോകുന്നു? ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യമല്ലേ? നിങ്ങൾ കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇതൊക്കെ ആലോചിക്കൂ. ഈ സ്ഥലം എങ്ങോട്ടാ പോകാൻ പോകുന്നത്? ആരുടെ അടുത്തോട്ട് പോകാൻ പോവാണ്? അതൊന്നും ചൈനയ്ക്ക് പോകാൻ പോവല്ലോ. ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞ നാടിന്റെ പേരൊന്നും പറയണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൈനയ്ക്ക് പോകുന്നോ? നേപ്പാളിലോട്ട് പോകുന്നോ? എങ്ങോട്ടും പോകാൻ പോകുന്നില്ലല്ലോ. ഇന്ത്യയിലെ സ്ഥലം ഇന്ത്യയിൽ തന്നെ ഇരിക്കുള്ളൂ. അതിനുശേഷം ഞങ്ങളെക്കുറിച്ച് ഇന്ന് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ എൻവിറോൺമെന്റാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഞങ്ങൾ മനുഷ്യരൊന്നുമല്ല, എവിടുന്നോ ഇറങ്ങി വന്നതാ. വേറെ ലോകത്തൊന്നും വന്ന ഏലിയനെ പോലെയാണ് നോക്കുന്നത്. മുസ്ലിംസ്, ഇന്ത്യൻ മുസ്ലിംസിനെയാണ് പറയുന്നത്. ഞങ്ങൾ എവിടെ ഇരിക്കണമെന്നുള്ളത്, ഞങ്ങൾക്ക് എവിടെ ഇരിക്കണമെന്ന് ഓപ്ഷൻസ് കിട്ടിയിരുന്നു. ഞാൻ പിന്നെ ഈ കാര്യം തന്നെ പറയുന്നത്. ഞങ്ങളുടെ അടുത്ത് ചോയ്സസ് ഉണ്ടായിരുന്നു. ഞങ്ങളാണ് ചൂസ് ചെയ്തത്. ഞങ്ങൾ ഇന്ത്യയാണ് ചൂസ് ചെയ്തത്. അതും വളരെ പെക്യുലറായിട്ടാണ്. ഞാൻ എപ്പോഴും ഒരു കാര്യമേ പറയുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ മുസ്ലിംസിന് ഇരിക്കുന്നതിന് ഇന്ത്യയേക്കാൾ വേറൊരു നല്ല സ്ഥലമില്ല. പക്ഷേ ഇന്ന് ഒരു കഷ്ടമായ അവസ്ഥയിലാണ് ഞങ്ങളിന്ന് നിൽക്കുന്നത്. എല്ലാം കൂടെ ആലോചിക്കേണ്ട അവസ്ഥയിലാണ്. ഉണ്ടോ ഇല്ലയോ, ഈ ചാൻസ് പിന്നെയും കിട്ടുമോ, കോൺഫിഡൻ്റ് ആയിട്ട് ഇത് പറയാവോ വേണ്ടയോ എന്നുള്ള ചിന്തയിലാണ് ശരിക്കും. സോ അതുപോലത്തെ സിറ്റുവേഷനിൽ നിന്ന് എടുക്കുന്ന തന്നെ ഒരു വലിയ കാര്യമാണ്. മറ്റൊരു കാര്യം ഞാൻ പറയാം. ഒരിടത്ത് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം തമിഴ്നാട്ടിൽ 1500 വർഷം പഴയ ഒരു ഗ്രാമമുണ്ട്. അവിടെ ഒരു മുസ്ലിം പോലും ഇല്ല. അവിടെ ഉള്ളവരെല്ലാം ഹിന്ദുക്കളാണ്. പക്ഷെ അവിടെ ഒരു അമ്പലമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വഖഫ് ബോർഡിന്റെ വസ്തുവാണെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ ഈ സ്റ്റുഡിയോയെ ഒരു വഖഫുടെ സ്ഥലമാണെന്നെങ്ങാനും പറഞ്ഞാൽ എന്നെ കൊണ്ടത് പറയാൻ കഴിയുമോ? ഇപ്പോൾ ആരെങ്കിലും സമ്മതിക്കോ? അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടോ ഇന്നിവിടെ? ഇപ്പൊ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ട്രിബ്യൂണൽ, എസ്പെഷ്യലി ട്രിബ്യൂണലിന്റെ മേത്താണ് എല്ലാ പ്രശ്നങ്ങളും. ഇപ്പോ ട്രിബ്യൂണൽ ആണ് പ്രോബ്ലം. ഇവിടെ ട്രിബ്യൂണൽ ആരാണ് ഉണ്ടാക്കുന്നത്? നോർമൽ കോർട്ടാണ്. ഒരു നോർമൽ കോർട്ടിനെ സ്പെഷ്യൽ ആക്ട് മൂലം ഇതൊരു വർക്ക് ഫ്ലോർ ട്രിബ്യൂണൽ ആണെന്ന് അത് തന്നെയാണ് ആക്ട് കൊടുക്കുന്നത്. ശരിക്കും ആ ട്രിബ്യൂണലിന് ജഡ്ജ്മെന്റ് കൊടുക്കുന്ന ആളുകള് അന്നവിടെ ആ ജഡ്ജ്മെന്റ് കൊടുക്കാൻ പോകുന്നത് ഞാനല്ല. അല്ലെങ്കിൽ നിങ്ങളും അവിടെ ഒന്നും ഇരിക്കാൻ പോകുന്നില്ല. ഇവിടെ മുസ്ലിംസ് ഒക്കെ ചേർന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. വഖഫ് ബോർഡിനുള്ള അർത്ഥം മുസ്ലിംസ് ഇതൊക്കെ ആക്രമിച്ചു എന്നുള്ള കാര്യമല്ല. ഒരുപക്ഷെ ഇങ്ങനത്തെ തെറ്റായ ഇൻസിഡന്റ് വല്ലതും നടക്കുവാണെങ്കിൽ അവർ പറയുന്നത് കൊണ്ട് മാത്രം ഇത് സ്വന്തം ആവുമോ? എന്താ, ഇതിനു വേണ്ടി ഒരു പ്രോസസ്സ് തന്നെ ഉണ്ട്. വഖഫ് ബോർഡിനെ പറ്റി ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വഖഫ് ബോർഡ് എവിടെ ഒരു കർച്ചീഫ് ഇടുന്നോ അത് അവർക്ക് സ്വന്തമായ സ്ഥലം. നിങ്ങൾ പറയൂ സാർ, നമുക്ക് ഇതിന് തനിച്ചൊരു ഡിബേറ്റ് തന്നെ വെച്ചേക്കാം. എന്നാ ഞാൻ അതിനുവേണ്ടി ഒരു ഫുൾ പ്രിപ്പറേഷൻ ആയിട്ട് തന്നെ വന്നേക്കാന്നേ. എന്തോ ഒരു സ്ഥലത്ത് ഇരുന്നിരിക്കുക, അല്ലെ എന്തോ ഒരു പേരായിരുന്നിരിക്കുക, എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഈ ട്രിബ്യൂണൽ ഉണ്ടല്ലോ, ഈ ട്രിബ്യൂണൽ നോക്കുവാണെങ്കിൽ ഒരുപാട് വിധത്തിലുള്ള ട്രിബ്യൂണൽ ഉണ്ട്. പിന്നെ ഒരുപാടുണ്ടല്ലോ. പിന്നെ ഈ സ്പെഷ്യൽ ആക്ട്സിന് വേണ്ടിയുള്ള ഔക്കാഫ്ക്ക് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഇൻകം ടാക്സ് പോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെന്ന് വെച്ച് ഇത് മെയിൻ കാര്യത്തിൽ നിന്ന് ഇങ്ങനെ അധികമായിട്ടുണ്ടെന്നുള്ള കാര്യവും അല്ല. അങ്ങനെയൊന്നും ഒട്ടും തന്നെ അല്ല. ഇപ്പോൾ ഈ പ്രശ്നം പാർലമെന്റിലുണ്ട്, അതുപോലെ JPCയിലുണ്ട്. ഒരു പ്രശ്നം പാർലമെന്റ് JPCയുടെ അടുത്തുണ്ട്. അതിനേക്കാൾ വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ പബ്ലിക്കിൻ്റെത്. പബ്ലിക് ഡിസ്പോസ് എന്താന്ന് വെച്ചാൽ എല്ലാവരെയും ഇവിടെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പം എങ്ങോട്ടാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എവിടുന്നാ വരുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. വഖഫ് ബോർഡ് മുഴുവനായിട്ട് ഒരു സിസ്റ്റം തന്നെ. പ്ലേസസും ഒരേ സ്ഥലത്തേക്ക് പോകുന്നല്ല പറയുന്നത്. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ച ഒരു കാര്യം പറയാം. ഷിംല, അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും നടുവിൽ ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടേയില്ല. ഒരാൾ അവിടെയുള്ള ഒരു വസ്തുവിൽ ഒരു മുസ്ലിം പള്ളി പണിയുന്നു. ഇപ്പോൾ അത് എതിർത്തുകൊണ്ട് പലരും പോരാട്ടം നടത്തുന്നു. പലരും പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ റോഹിംഗ്യൻ മുസ്ലിംസ് വന്നിരിക്കുന്നു, അവർ ഞങ്ങളുടെ മാർക്കറ്റ് കൈവശപ്പെടുത്തി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായെന്നാണ് അവർ പറയുന്നത്. ഇതിനെപ്പറ്റി എന്ത് പറയുന്നു? നോക്കൂ, പർട്ടിക്കുലർലി ഷിംലയെ കുറിച്ച് തന്നെ പർട്ടിക്കുലർലി അങ്ങനെ സംസാരിക്കേണ്ട, അല്ലെങ്കിൽ പർട്ടിക്കുലർലി അതിനോട് തന്നെ ഫോക്കസ് ആയി പോവും. ഞാനെന്താ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചു വെച്ചാൽ ഒരു പ്രോജക്റ്റും പിന്നെ അതിന്റെ സിസ്റ്റത്തിനെ കുറിച്ചും. സിസ്റ്റത്തെ സംബന്ധിച്ച് എന്തൊക്കെ തെറ്റുകൾ നടക്കുന്നോ അതെല്ലാം റെഡിയാക്കണം. എല്ലാ സിസ്റ്റത്തിലും, എല്ലാ ആക്ടിലും, എല്ലാ റൂളിലും അതിനായിട്ടുള്ള അമെൻമെന്റ് തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷേ കൺസേൺ ഈ സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് അവരുള്ളത്.
അവരുടെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് ഒരു ഒരു പോസിറ്റീവ് എൻവിറോൺമെന്റിലാണ് ഇത് ശരിയാക്കേണ്ടത്. മനസ്സിലായോ? കേട്ടോളൂ, ഇതിനെക്കുറിച്ചൊരു ഞാൻ സ്പെസിഫിക് കാര്യം പറയാം. സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ഷിംലയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ഷിംലയെക്കുറിച്ച് പറയാം. എനിക്കറിഞ്ഞതുവരെ പറയാം. ഞാൻ എനിക്കറിഞ്ഞ കാര്യങ്ങളെല്ലാം പറയാം. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ. ഇതിൽ 2 വെറൈറ്റീസ് ഉണ്ട്. ഒന്ന്, പെർമിഷൻ അവർ മേടിക്കുന്നുണ്ട് പക്ഷെ വലുതാക്കുന്നുമുണ്ട്. അതിൽ സിസ്റ്റത്തിന് സ്ഥാനമുണ്ട്. അതായത് ആ ബാഹ അവർ പൊട്ടിക്കും, ഇല്ലെങ്കിൽ അത് പിന്നെ ഡാമേജ് ആണെന്നും പറഞ്ഞ് ഫൈൻ എന്തെങ്കിലും ഇട്ട് അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയും. റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നോർമൽ സിസ്റ്റത്തിനെ പോലെ തന്നെയൊക്കെയാണ്. ആ സിസ്റ്റമിലും ഓരോ കാര്യങ്ങളും, അത് ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കാര്യം ആയിക്കോട്ടെ, എല്ലാവർക്കും ഓരോ റൂളും സിസ്റ്റവും ഉണ്ട്. അതിൻ്റെ മേത്താണ് ഇംപ്ലിമെന്റേഷൻ നടന്ന എല്ലാം ഗ്രോ ആകേണ്ടത്. ഈക്വലാണ്. ഇനി അടുത്തതായിട്ട് അവിടെയുള്ളവർ പറയുന്നത്, അതായത് അവരുടെ മാർക്കറ്റ് ആക്രമിച്ചതായിട്ട് അവർ പറയുന്നത് രോഹിൻഗ്യാസ്. സോ എനിക്ക് രോഹിൻഗ്യാസ് ആരാന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അവർക്കൊക്കെ ഓരോ അടയാളമുണ്ട്. ഒരുപക്ഷെ എൻ്റെ അടുത്ത് അതുണ്ടെങ്കിൽ ഞാനും അങ്ങനെയാവും. എന്ന് വെച്ചാൽ അവരങ്ങനെ കരുതുന്നതൊക്കെ വളരെ തെറ്റാണ്. നിങ്ങൾ ആദ്യം ഒരു സിസ്റ്റത്തിലോട്ട് പോകൂ. അതിലൊരു ഇന്റലിജൻസ് ഉണ്ട്, അതിലൊരു ഏജൻസി ഉണ്ട്. ശരിക്കും പറയണമെങ്കിൽ എല്ലാത്തിലും എല്ലാവരും ഉണ്ട്. ഒരുപക്ഷെ ആരെങ്കിലും ഒരാള് ഡൽഹിയിലുള്ളവര്, ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കുവാണെങ്കിൽ എന്തോ ഒരു സ്ഥലത്താണ് എന്തോ ഒരു കാര്യങ്ങൾ നടക്കുന്നത്. ജമ്മുലിലി നടക്കുവാണ്. 50 വർഷമായിട്ട് അവിടെ ഒരാളുള്ളതും അദ്ദേഹം അവിടുന്ന് ഓടേണ്ട അവസ്ഥയായിപ്പോയി. അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരാൾ ചെയ്യുന്ന തെറ്റും കൊണ്ടാണ് എല്ലാവർക്കും ആ കമ്മ്യൂണിറ്റിയിൽ ചീത്തപ്പേര്. അതിൻ്റെ ഒപ്പം മേജർ മിസറിറ്റോറിയൻ ആ ഒരു ചിന്താഗതി നമ്മുടെ നാട്ടിന് വളരെ നല്ലതാണ്. ഒരു കാര്യം ചോദിച്ചാൽ അതിനെപ്പറ്റി താങ്കൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ? അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഉത്തരാഖണ്ഡിൽ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഹിമാചൽ പ്രദേശിനെ പറ്റി പറഞ്ഞു. ഗുജറാത്തിലും അതുപോലെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ എന്ത് ഇംപ്രഷനാണെന്ന് വെച്ചാൽ മുസ്ലിംസ് മറ്റ് രാജ്യത്തിൽ നിന്ന് ഇവിടെ വന്ന് കുടിയേറിയിരിക്കുന്നു. അതിൽ ബംഗ്ലാദേശിൽ നിന്നുള്ളവരുണ്ട്, റോഹിംഗ്യൻ മുസ്ലിംസ് ഉണ്ട്. ഇവർ കാരണം ഇവിടുത്തെ ഡെമോഗ്രഫി മൊത്തത്തിൽ മാറുകയാണെന്ന്. ഇപ്പോ ജമുലയുടെ കാര്യം തന്നെ എടുത്തോളൂ. അവിടെ എന്തോ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ നോക്കൂ. ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞ ആ സ്ഥലത്ത് അവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്തോ ഒരു ഫാമിലീസ് ഉണ്ടെന്ന് നോക്കണം, എന്തോ ഒരു ബിസിനസ് ഉണ്ട്. നിങ്ങൾ തന്നെ ഒരു സർവേ എടുത്ത് നോക്കൂ. പിന്നെ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. ടോട്ടൽ എത്ര പേരുണ്ട്, പഴയ ആൾക്കാർ എത്ര പേര് വന്നിട്ടുണ്ട്, അതിൽ പുതിയ ആൾക്കാർ എത്ര, നിങ്ങൾക്ക് തന്നെ അത് കാണുമ്പോൾ മനസ്സിലാവും. ഒരാൾ ബിസിനസ് ചെയ്യാനായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അദ്ദേഹം എവിടെ നിന്നാണ് വന്നേക്കുന്നത്? അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇതുപോലെ ഈസി ആയിട്ടൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിനായിട്ടുള്ള സ്റ്റേറ്റ് ഏജൻസി ഉണ്ട്, പിന്നെ അതിനുള്ള സിസ്റ്റവും ഉണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കാരണം ഇത് മുഖേന ലോ ആൻഡ് ഓർഡർ ശരിക്കും ഇല്ലാതായിരിക്കുകയാണെന്ന്. അവരുടെ അംഗസംഖ്യ കൂടിയതുകൊണ്ട് പ്രശ്നങ്ങളും കൂടിയിരിക്കുകയാണ്. ഞാൻ റീസെന്റ് ടിവിയിലൊരു പ്രോഗ്രാം കണ്ടോണ്ടിരുന്നു. 5 ദിവസത്തിന് മുമ്പ് ഇങ്ങടെ ഈ ചാനലിൽ തന്നെ കണ്ടെന്ന് തോന്നുന്നു. അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ആൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അതായത് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്, അതായത് 2 വർഷത്തിൽ എന്തോരം കേസസ് ആണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന കാര്യം. ഇന്ന് നിങ്ങൾ പറയുന്നു ദേഷ്യത്തിലാണുള്ള, വഴക്കിടാൻ വന്നതാണെന്നൊക്കെ. മുമ്പ് എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇത്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ എടുത്തു നോക്കണം ഈ 2 വർഷത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യമൊക്കെ. ഇതൊക്കെ വെച്ച് സത്യം വെച്ച് എവിഡൻസോടെ പറയട്ടെ. റിയാലിറ്റി വേറെയാണ്, പെർസെപ്ഷൻ വേറെയാണ്. ഇതിലെന്താ കഷ്ടം എന്ന് വെച്ചാൽ പെർസെപ്ഷനൊക്കെ അവരങ്ങനെ മാറ്റിയെടുത്തതാണ്. ഞങ്ങളെ കുറ്റം കൺസൾട്ടേഷൻ ചെയ്തില്ല എന്നുള്ളൊരു പ്രസംഷനിലാണോ താങ്കളുള്ളത്? ഇല്ല, ഇത് ഞങ്ങളുടെ പെർസെപ്ഷൻ അല്ല സാർ, ഇതാണ് റിയാലിറ്റി. ശരിക്കുമാണ് സാർ. ആരുടെയൊപ്പം കൺസൾട്ടേഷൻ ചെയ്തെന്ന് പറയണം. പാർലമെന്റിൽ കിരൺ റിജിജു ബിൽ അവതരിപ്പിച്ചപ്പോൾ എനിക്കത് കേൾക്കാൻ സാധിച്ചു. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ബേസസ് യഥാർത്ഥ കമ്മ്യൂണിറ്റി റിപ്പോർട്ട്, അതിന്റെ ബേസസ് JPCയുടെ കഴിഞ്ഞകാല റിപ്പോർട്ട്. ഞങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പക്കൽ നിന്നും, ഡൽഹിയിൽ നിന്നും, പാറ്റ്നയിൽ നിന്നും, ബംഗാളിൽ നിന്നും, അവിടെയൊക്കെ ഉള്ളവരോട് ഞങ്ങൾ അഭിപ്രായം ചോദിച്ചെന്ന് പറയുന്നു. അവരല്ലേ പറയുന്നത്? അത് അപ്പൊ അവരുടെ ക്ലെയിമാണ്. ഞങ്ങളുടെ ക്ലെയിം എന്താന്ന് വെച്ചാൽ ഈ കൺസൾട്ടേഷൻ സംഭവിച്ചിട്ടേ ഇല്ലെന്ന്. എല്ലാവർക്കും കൺസൾട്ടേഷന് ഒരു പ്രോസസ്സ് ഉണ്ടാവും. അതെല്ലാം ശരിക്കും ഓപ്പൺ പ്രോസസ് ആണ് സാർ. ഓപ്പൺ പ്രോസസ്സിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് നിങ്ങൾ പോയി ചോദിക്കും, എല്ലാത്തിനും ആൻസർ കിട്ടും. പിന്നെ ഞാൻ സമ്മതിച്ചോളാം. പക്ഷേ കൺസൾട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ മാറ്റം സംഭവിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. ശരിയായിട്ടുള്ള കാരണം ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. SPGC പോലെയാണ് ഇതിനെയും ഗൗരവിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. വഖഫ് ബോർഡ് ഫോർമേഷനും SGPC പോലെ തന്നെയാണ് ഇരിക്കേണ്ടത്. ഈ സജഷൻസ് എല്ലാം പാർലമെന്ററി JPCയിൽ പോകും. ഞങ്ങൾ അയച്ചുകൊണ്ടായിരിക്കുന്നത്, അവരെല്ലാം അക്സെപ്റ്റ് ചെയ്യേണ്ടതിന്. അതോടൊപ്പം തന്നെ പ്രക്ഷോഭങ്ങളും നടത്തുന്നു. ആവശ്യമുണ്ടെങ്കിൽ റോട്ടിൽ കിടന്ന് സൗണ്ട് ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. ഡെമോക്രസി അല്ലേ, അതൊക്കെ ഇവിടെ നടന്നേ പറ്റുള്ളൂ സാർ. ഡെമോക്രാറ്റിക് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ സാർ ഇവിടെ. തീർച്ചയായിട്ടും എല്ലാം നല്ല രീതിക്ക് നടക്കും.